ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഒരു സിമ്പിൾ ഡിസൈനാണ്, റെഡ് വെൽവെറ്റിൻ്റെ സിമ്പിൾ ഡിസൈനാണ്. അപ്പം സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ ഇച്ചിരി മെനക്കേടായിരുന്നു കേട്ടോ. കൈക്ക് നല്ല രസമാണ്. അന്നേരം നമ്മൾ ഒത്തിരി നേരം പൈപ്പ് ബാഗ് പിടിക്കുമ്പോഴത്തേന് നമ്മൾ പ്രഷർ ചെയ്ത് പിടിക്കുമ്പോഴത്തേനും കൈക്ക് വേദന ഉണ്ടാവുക. അപ്പം ഞാനൊരു പൈപ്പ് ബാഗിൻ്റെ കളറ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ടിപ്പ് മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിലിങ്ങനെ കുഞ്ഞു 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 ലീഫായിട്ട് അത് ഫുള്ള് നിറയ്ക്കുവേ. ഈ ഡിസൈൻ കണ്ടപ്പോഴേ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ എടുത്ത ഡിസൈനാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ. ഈ പൈപ്പിംഗ് ബാഗിൽ കുറേ നേരം പിടിക്കുമ്പോഴിങ്ങനെ കുഞ്ഞു 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 ലീഫ് വരയ്ക്കുക, അതുപോലെ കുഞ്ഞ് നോസ് ഇട്ടിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തില്ലേ, അതൊക്കെ ഭയങ്കര കൈക്ക് നല്ലതായിട്ട് വേദന എടുക്കുകയും ചെയ്യും. അതുമല്ല കൈ ചൂടായിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഇരിക്കുന്ന അത്രയും ഭാഗത്തെ ക്രീം അങ്ങ് ലൂസാവുകയും ചെയ്യും. കൈ ചൂടാവില്ല, അപ്പോൾ നമ്മുടെ കൈയുടെ ചൂട് പറ്റിയിട്ട് ക്രീം അങ്ങ് ലൂസാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ചൂടാവത്തില്ല. പിന്നെ മിക്കവാറും എൻ്റെ ലാസ്റ്റിലത്തെ ആ ഒരു ക്രീം വേസ്റ്റ് ആയി പോത്തതേ ഉള്ളൂ. കാരണം അതൊക്കെ ചൂടായിട്ട് വേസ്റ്റ് ആവും. പിന്നെ എന്തെടുക്കാൻ പറ്റും, അതങ്ങ് മാറ്റും. പിന്നെ അത് ഫുള്ള് ലൈഫെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് ആ സ്റ്റെമ്മ് ഒന്ന് കുറച്ചൊന്ന് ക്ലിയർ ആക്കി വെക്കാം. ഒരു ഫിനിഷിങ്, മറ്റേ ഒരു ആ വര പോലെ കിടക്കുമല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഫിനിഷിങ് ലുക്ക് അത്രേ ഉള്ളൂ. ഇത് കൊടുത്തിട്ടാണ് ഇനിയാണ് എനിക്കൊരു പണി കിട്ടിയത്. ഞാൻ ഒരു വീഡിയോക്കകത്ത് കണ്ടതുപോലെ നമ്മുടെ കേക്ക്, നമ്മുടെ ഫ്ലവർ നെയിലില്ലേ, അതിൽ വെച്ചിട്ട് ഫ്ലവർ വരയ്ക്കാം എന്നൊക്കെ വരച്ചു. പക്ഷേ അത് ഫ്ലോപ്പായി പോയി. അത് കാരണം പിന്നെ അതിനെ ഉപേക്ഷിച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഫ്ലവർ അങ്ങോട്ട് ആ ബ്രാഞ്ചസിൻ്റെ മണ്ടയ്ക്കോട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ വരച്ച് സെറ്റാക്കി. ഞാൻ ആ ഫ്ലവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തന്നെ ഫ്ലവർ വരയ്ക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാക്സിമം ഫ്ലവേഴ്സ് എവിടെയെല്ലാം കുത്തിക്കയറ്റണം അവിടെയെല്ലാം കുത്തിക്കയറ്റും. അങ്ങനെയാണ്. അത് സത്യം പറഞ്ഞാൽ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ പറയുന്നതനുസരിച്ച് നിൽക്കുകയുള്ളൂ. അതേസമയം നമുക്ക് ചെയ്യുന്നൊരവസരം സമയമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് മാറ്റി നോക്കും. സമയമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിശ്മത്ത് പണിയൊക്കെ കാണിച്ചൊക്കെ ഇതിലിങ്ങനെ എത്ര കളർ ചേർക്കാൻ പറ്റുമോ അത്രയും കളറും ചേർത്ത് ഇങ്ങനെ കുഞ്ഞു 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 ഫ്ലവേഴ്സൊക്കെ വരച്ച് നിൽക്കും. അതങ്ങനെയാണ്. അത് എനിക്ക് തോന്നുന്നു മിക്ക ഹോം ബേക്കേഴ്സും അങ്ങനെ തന്നെയാണ്. സമയമില്ലാത്തവർക്ക് പറയത്തില്ല ഞാൻ, കാരണം അവർക്ക് തിരക്കായിരിക്കും. പെട്ടെന്ന് മിക്കവാറും സെയിം ഡിസൈനൊക്കെയായിരിക്കും ചിലപ്പം വരുന്നത്. അങ്ങനെ കൊടുക്കും. എനിക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം വരുന്ന ചിലപ്പോൾ കേക്കിന് എല്ലാം ഒറ്റ ഫ്ലവേഴ്സായിരിക്കും മിക്കവാറും പോകുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കാണിത്. അതിൻ്റെ ക്രംസ് ഞാൻ പൊടിച്ചിട്ട് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒട്ടലല്ല, ഒരു സോഫ്റ്റ്നെസ് ഒക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഒരു ക്രംസ്, നമ്മുടെ ക്രിസ്പി പോലത്തെ ക്രംസ്, എന്നിട്ട് അത് മിക്സിക്കകത്തിട്ട് പൊടിക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊടിയായിട്ട് വരും. അത് ഞാൻ സൈഡിൽ ഫുള്ള് തേച്ച് കൊടുത്തു. അപ്പോൾ റെഡ് വെൽവെറ്റ് അല്ലേ, റെഡൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു. ക്രംസ് ഫുള്ളൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു, നെയിമും എഴുതി ആ കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് വൈറ്റ് പേൾസ് ബീഡ്സ് ഇട്ടു. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.